ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നെയ്യാറ്റിൻകരയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾക്ക് നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷനാണ് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഫുട്പാത്തിലെ കടകളും മറ്റൊക്കെ കാണിക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് തൊട്ടടുത്ത വീടാണ് ഈ കാണുന്നത്. ഇവിടെ 2 ചട്ടമ്പി കല്യാണിമാരുണ്ട് കേട്ടോ, 2 വായാടി കൊച്ചമ്മമാർ. അപ്പോൾ അവരുമായി കുറച്ച് നേരം കളിച്ചിരിയൊക്കെ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അമ്മേനോട് ചോദിച്ചു ഓട്ടോ പിടിക്കണോ അതോ ബസ്സിൽ പോകാമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ബസ്സിൽ തന്നെ പോകാം, ഇവിടെ നിന്ന് എപ്പോഴും എന്നാലും നേരിക്കര ഭാഗത്തേക്കുള്ള ബസ് കിട്ടുമല്ലോ, അപ്പോൾ ചുമ്മാ വെറുതെ ഇപ്പോൾ ഓട്ടോ പിടിക്കണ്ട എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊന്നും അധികം ഇഷ്ടമില്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നാണക്കേടാണ്. ആൾക്കാരാരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ ആൾക്കാരൊക്കെ നോക്കുന്നു, നീ മൊബൈൽ താഴെയാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്ട് വീഡിയോസിനകത്ത് കാണിച്ചപ്പോൾ ഇവിടുത്തെ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ ശ്രീഭദ്ര ടെക്സ്റ്റൈൽസ്, അവിടെ കുഗി ഫുഡ്സ്, ഇതിൻ്റെ തൊട്ടടുത്തുള്ള കടകൾ, അപ്പോൾ എല്ലാം ഇന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മഴ തുടങ്ങി. അപ്പോൾ ഫുട്പാത്തിലുള്ള ആ കടകളൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവടങ്ങളൊക്കെ മുടങ്ങും. അവരൊക്കെ എല്ലാം ഷീറ്റൊക്കെ ഇട്ട് മറച്ചു വയ്ക്കും. അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ മകൾ അവിടെ കട നടത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കരുതിയാണ് ഞങ്ങളന്ന് അവിടെ പോകാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ മഴ ഞങ്ങളെ ചതിച്ചു. അപ്പോൾ മഴ കാരണം ഞങ്ങളൊരു കടയുടെ സൈഡിലോട്ടൊന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. മഴ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ആ ഫുട്പാത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നടന്നു നോക്കി. അപ്പോൾ അവിടുത്തെ കടകളെല്ലാം ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് ഒരു ആൻറ്റി മാത്രം അവിടെ ഒന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ പച്ചമുളക്, കത്തിരിക്ക, തക്കാളി, വെണ്ടയ്ക്ക, കറിവേപ്പില, ബ്രഹ്മി, വഴുതനങ്ങ എന്ന് വേണ്ട കുറേ അധികം തൈകളൊക്കെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഴ സമയത്ത് അവിടെ ആരും വാങ്ങാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അമ്മയും ചെന്ന് അവിടെ നിന്ന് കത്തിരിക്കയും പച്ചമുളകും വഴുതനങ്ങയുടെയൊക്കെ തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കെട്ടിൽ 10 എണ്ണം കാണും. ആ 10 എണ്ണത്തിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ തൈകളും വാങ്ങിയിട്ട് നേരെ പോയത് ഇങ്ങനെ മെഡിക്കൽ സ്റ്റോറിലേക്കാണ്. നെയ്യാറ്റിൻകര നഗരസഭയുടെ തൊട്ടടുത്താണ് ഈ നീതി മെഡിക്കൽസ് ഉള്ളത്. ഇവിടെ 10% മുതൽ 45% വരെ വിലക്കുറവാണ്. അപ്പോൾ മിക്കവരും ഇവിടെ നിന്നാണ് ടാബ്ലറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ സിറപ്പും ടാബ്ലറ്റ്സും ഒക്കെ വാങ്ങിച്ച ശേഷം തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കയറി. അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ വാങ്ങിക്കുകയായിരുന്നു. എനിക്ക് ഏത് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏത് ബേക്കറികളിലോ കയറിയാലും ഞാൻ ഫസ്റ്റ് നോക്കുന്നത് ചോക്ലേറ്റുകളാണ്. അപ്പോൾ എനിക്ക് കിറ്റ്കാറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വലിയ വലിപ്പമുള്ളത് കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ 10ൻ്റെ ആയാലും ഞാൻ കിറ്റ്കാറ്റ് ഞാൻ വാങ്ങിച്ചിരിക്കും. അങ്ങനെ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞാൻ പോയ കാര്യമൊന്നും നടന്നില്ല. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിടുകയാണ്. ഇത് ആൻറ്റിയും കൊണ്ട് ഒരു ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പോഴുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര പോയിട്ടുണ്ടായിരുന്നു. ആൻറ്റിയും ചിത്തിയും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ അമ്മയാണ്, അതായത് എൻ്റെ അമ്മായി അമ്മ. ഇത് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഡോക്ടേഴ്സ് വില്ലയാണ്. അപ്പോൾ അവിടെയാണ് ആൻറ്റിയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ആൻറ്റിക്ക് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അമ്മയ്ക്കും മുമ്പ് ഇവിടെയാണ് കാണിച്ചത്. ഞങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആൻറ്റിയും കൊണ്ടുവന്ന് ഇവിടെ കാണിക്കാമെന്ന് കരുതിയത്. ഈ 3 പേരിൽ നടുക്കിരിക്കുന്നതാണ് ചേട്ടൻ്റെ അമ്മ. ഈ അറ്റം പച്ച കളർ സാരി പുറത്ത് കൊടുത്തിരിക്കുന്നത് ചേട്ടൻ്റെ ചിത്തിയും, അങ്ങറ്റിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയും ചിത്തിയും ഹോസ്പിറ്റൽ സ്റ്റാഫുകളാണ്. ഇവിടെ കൺസൾട്ട് ചെയ്യുന്നത് ഡോക്ടർ അരൂപ് SU എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. നല്ല രീതിയിൽ ചികിത്സിക്കുകയും നല്ല രീതിയിൽ ആൾക്കാരെ നോക്കുകയും ചെയ്യുന്ന ഒരു കൺസൾട്ടിംഗ് ആണ് ഡോക്ടറിനുള്ളത്. അപ്പോൾ നെഞ്ച് രോഗമായിരുന്നാലും നല്ല ശ്വാസകോശ പ്രശ്നങ്ങളായിരുന്നാലും അലർജി പ്രശ്നങ്ങളായിരുന്നാലും ഇവിടെ വന്ന് കാണിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും. തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ 3 ദിവസങ്ങളിലാണ് ഇവിടെ 4 മണിക്ക് ശേഷം കൺസൾട്ടിങ് നടത്താറുള്ളത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡോക്ടറിൻ്റെ പേരും നമ്പരും താഴെ കൊടുത്തിരിക്കാം. ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചപ്പോൾ നല്ല രീതിയിലൊരു മാറ്റം കിട്ടിയിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ആൻറ്റിയും കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആൻറ്റിക്കും നല്ല രീതിയിൽ മാറ്റം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.